വചനമൊഴി നോമ്പുകാലം 2-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 13:1-13, പ്രഭാഷകൻ 31:1-11, 1 തിമോത്തി 6:3-10, ലൂക്കായുടെ സുവിശേഷം 19:1-10. നോമ്പുകാലം 2-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ഞായറാഴ്ചത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം സമ്പത്തിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കാനും സമ്പത്ത് പങ്കുവെക്കുവാനും അതിലൂടെ തെറ്റുകൾക്കും കുറവുകൾക്കും പരിഹാരം ചെയ്യുവാനും അപ്രകാരം നോമ്പിന്റെ ചൈതന്യം ജീവിക്കുവാനുമുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇന്ന് തിരുവചനം നമ്മോട് ചോദിക്കുന്നത്, സമ്പത്തോ ദൈവമോ, ആരാണ് നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രം? ഒന്നാമത്തെ പ്രഘോഷണം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമാണ്. സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത വിധം അബ്രാഹവും സഹോദരപുത്രൻ ലോത്തും തമ്മിൽ അകന്നു. അവരുടെ ജോലിക്കാർ തമ്മിൽ വഴക്കായി. അബ്രാമിന്റെയും ലോത്തിന്റെയും ഇടയിൽ ഭൂമിയെക്കുറിച്ചുള്ള തർക്കമുണ്ടാകുമ്പോൾ മുതിർന്നവനും ദൈവവിശ്വാസിയുമായ അബ്രാഹം ആദ്യം അവകാശം പറയുന്നില്ല, നല്ല ഭാഗം തെരഞ്ഞെടുക്കുന്നില്ല. തന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ലോത്തിന് നല്ല ഭാഗം നൽകി കർത്താവിലുള്ള വിശ്വാസവും ആശ്രയവും അബ്രാഹം പ്രകടമാക്കുകയാണ്. അവൻ പറയുന്നു, നീ ഇടത്തേക്ക് പോയാൽ ഞാൻ വലത്തേക്ക്, നീ വലത്തേക്ക് പോയാൽ ഞാൻ ഇടത്തേക്ക്. ലോത്ത് നോക്കിയത് പച്ചപ്പും സമൃദ്ധിയും നിറഞ്ഞ യോർദാൻ താഴ്വാരത്തിലേക്കാണ്. പക്ഷെ അതാണ് സോദോമായി പിന്നീട് മാറുന്നത്. അബ്രാഹം ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചു. ലോത്ത് കൺമുൻപിൽ കണ്ട സമ്പത്തിൽ ആശ്രയിച്ചു. അബ്രാഹം സമ്പത്തിനേക്കാൾ ദൈവാശ്രയബോധം നിലനിർത്തി. നോമ്പുകാലം നമ്മോടും ചോദിക്കുന്നു, ഞാൻ എന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ദൈവവിശ്വാസത്തിൽ നിന്നോ ലാഭേച്ഛയിൽ നിന്നോ? സമ്പത്തിൽ നിന്ന് പങ്കുവെക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ടോ? പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ പ്രഘോഷണവും സമ്പത്തിനോടുള്ള മനോഭാവത്തെക്കുറിച്ചും ദരിദ്രന് നേരെ കരുതലുണ്ടാകേണ്ടതിനെ കുറിച്ചുമാണ് പറയുന്നത്. പ്രഭാഷകൻ പറയുന്നു, ദരിദ്രന്റെയും നിസ്സഹായന്റെയും അവകാശം സംരക്ഷിക്കൂ. സമ്പത്ത് സ്വന്തമാക്കുന്നതിലല്ല, യഥാർത്ഥ ജ്ഞാനം നിസ്സഹായന്റെയും ബലഹീനന്റെയും പക്ഷം പിടിക്കുന്നതിലാണ്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദയയും നീതിയും കരുണയും ചേരുന്നതാണ് യഥാർത്ഥമായ നോമ്പ്. ദ്രവ്യാഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണമെന്ന് പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നു. പണം അതിൽ തന്നെ ദോഷമല്ല, പക്ഷേ പണത്തോടുള്ള അടിമത്തമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നത്. ആസക്തി മൂലം പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുവാനും ഇടയായിട്ടുണ്ട്. നോമ്പുകാലം നമ്മെ വിളിക്കുന്നത് നമുക്കുള്ളതിൽ തൃപ്തരായിക്കൊണ്ട് ദൈവത്തിൽ സമ്പന്നരാകുവാനാണ്. ഭക്തി ധനസമ്പാദനത്തിലുള്ള മാർഗമായി കാണരുത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ഭക്തി നേട്ടമാണ് എന്ന് പ്രഭാഷകൻ പറയുന്നു. രക്ഷകനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ സമ്പത്ത് വിട്ട് രക്ഷയെ അനുഭവിക്കുന്ന സക്കേവൂസിനെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനും കുറവുള്ളവനും എല്ലാവരാലും വെറുക്കപ്പെട്ടവനുമായ സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചു. ജനക്കൂട്ടം അവനൊരു തടസ്സമായപ്പോൾ അവൻ കർത്താവ് വരുമെന്ന് ഉറപ്പുള്ള വഴിയിൽ അവിടുത്തെ കാണുവാൻ കാത്തിരിക്കുന്നു. ഒരു കുട്ടിയുടെ ലാളിത്യം പോലെ, ഒരു പാപിയുടെ വിനയം പോലെ മരത്തിൽ കയറി കാത്തിരിക്കുന്നു. ഈശോ അതുവഴി കടന്നുപോയപ്പോൾ സക്കേവൂസിനെ വിളിക്കുന്നു, വേഗം ഇറങ്ങി വരൂ, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം. യാതൊരു ഉപാധിയുമില്ലാതെയാണ് കർത്താവ് സക്കേവൂസിനെ വിളിക്കുന്നത്. അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്ന് അവിടുത്തെ കൂടെയായിരിക്കുന്നു. ഈശോ സക്കേവൂസിനെയും കൂട്ടി അവന്റെ ഭവനത്തിലേക്ക് നടന്നു, അവനോടൊപ്പം വിരുന്നിനിരുന്നു. അപ്പോൾ സക്കേവൂസ് പറയുന്നു, എന്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് നൽകും. ആരുടെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരികെ നൽകും. ഈശോ പ്രഖ്യാപിക്കുന്നു, ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നിരിക്കുന്നു. ഈശോയെ സ്വീകരിച്ചപ്പോൾ സക്കേവൂസിന് പണം അവന്റെ ജീവിതത്തിന്റെ കേന്ദ്രമല്ലാതായി. മിശിഹായാണ് ജീവിതത്തിന്റെ കേന്ദ്രം. അത് രക്ഷാനുഭവത്തിലേക്ക് നയിച്ചു.
നമ്മുടെ ജീവിതത്തിൽ കുറവുകളുള്ളപ്പോൾ, കർത്താവിനെ കാണാൻ, അവിടുത്തെ സ്വീകരിക്കാൻ തടസ്സങ്ങളുള്ളപ്പോൾ, കർത്താവ് കടന്നു വരുമെന്ന് ഉറപ്പുള്ള സ്ഥലമാണ് നമുക്ക് കുമ്പസാരക്കൂട്. അവിടെ കർത്താവിനെ കാത്തിരുന്നാൽ ഉപാധികളില്ലാതെ കർത്താവ് നമ്മെ സ്വീകരിക്കുന്നു, നമ്മുടെ കൂടെ നടക്കുന്നു. സക്കേവൂസിന്റെ ഭവനത്തിൽ വിരുന്നൊരുക്കിയതുപോലെ നമ്മുടെ ഭവനമായ ദൈവാലയത്തിൽ വിരുന്നൊരുക്കുന്നു, അവിടുത്തെ രക്ഷ അനുഭവിക്കുവാൻ ഇടയാക്കുന്നു. കുമ്പസാരക്കൂട്ടിൽ നിന്ന് ബലിവേദിയിലേക്കുള്ള യാത്രയാണ് സക്കേവൂസ് കർത്താവിനെ കാത്തിരുന്നിടത്ത് നിന്ന് ഭവനത്തിലെ വിരുന്ന് മേശയിലേക്കുള്ള യാത്ര. ആ മിശിഹ അനുഭവത്തിൽ ആരംഭിക്കുന്ന പൊതുജീവിതമാണ് മാനസാന്തരം. അവിടെ ധനത്തെക്കാൾ സമ്പത്തിനേക്കാൾ മിശിഹായും അവിടുന്ന് നൽകുന്ന രക്ഷയും ഒന്നാം സ്ഥാനത്തെത്തുന്നു. അവിടെ പങ്കുവെക്കലും പരിഹാരം ചെയ്യലും സന്തോഷമായി മാറുന്നു. ഈ മനോഭാവത്തിലേക്കുള്ള വളർച്ചയാണ് നോമ്പുകാലം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ഞായറാഴ്ചത്തെ തിരുവചന സന്ദേശം ചുരുക്കത്തിൽ, അബ്രാഹിമിനെ പോലെ വിട്ടു നൽകുന്നവരാകുക, പ്രഭാഷകൻ പറയുന്നത് പോലെ ദരിദ്രനെയും ബലഹീനനെയും സമുദ്ധരിക്കുക, പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നത് പോലെ സകല തിന്മകളുടെയും അടിസ്ഥാന കാരണമായ ദ്രവ്യാസക്തിയിൽ നിന്ന് അകന്നു മാറുക. പണം നമ്മെ നിയന്ത്രിക്കാതെ നാം പണത്തെ നിയന്ത്രിക്കുന്നവരാകുക. സക്കേവൂസിനെ പോലെ മാനസിക പരിവർത്തനത്തിനും പങ്കുവെക്കലിനും തയ്യാറാകുക. അതിന് നമുക്ക് ഈശോയുടെ സ്വരം ശ്രവിക്കാം. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കണം. അവിടത്തേക്കായി നാം വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും സ്വാർത്ഥത പുറത്തുപോകും. സമ്പത്തിന്റെ അടിമത്തം തകരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷ കടന്നുവരും. ഈ നോമ്പുകാലം അതിനുള്ള അവസരമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.